ബോസിൽ നിന്ന് ഈ ആഴ്ച പുറത്തുപോയത് ആര്യനാണ്. ആര്യന്റെ എവിക്ഷൻ എന്ന് വെച്ചാൽ അൺഫെയർ എന്ന് പറയണം. പിന്നൊരു കാര്യമുണ്ട്. ആരെങ്കിലുമൊക്കെ പുറത്തു പോകണമല്ലോ. പുറത്തു പോകാതെ ഇനിയിപ്പോ 2 ആഴ്ചയും കൂടെയുള്ള ഫൈനൽ 5 വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആര്യൻ. പക്ഷെ അൺഫെയർ ആയിപ്പോയി ആര്യന്റെ എവിക്ഷൻ. ഷോക്കിംഗ് ആയിപ്പോയി എന്ന് വേണം പറയാനായിട്ട്. സീസൺ 7 എന്ന് പറയുന്ന ആര്യന്റെ പേരിൽ തന്നെ അറിയും. ആര്യൻ എന്ന പേര് ആർക്കും മറക്കത്തില്ല. അതുപോലെ തന്നെ തുടക്കത്തിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ആര്യന്റെ ഗെയിം ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവാം. പക്ഷെ പുള്ളിക്കാരൻ ബിഗ് ബോസിനകത്ത് തന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ഗെയിമാണെങ്കിലും നല്ല രീതിയിൽ ഒരുപക്ഷെ ബിഗ് ബോസിനകത്ത് നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് ആര്യൻ. ഇപ്പം നിലവിൽ അതിനകത്ത് നിൽക്കുന്നവരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബിഗ് ബോസിനകത്ത് ഗെയിം കളിച്ച വ്യക്തിയാണ് ആര്യൻ. ആര്യൻ പുറത്തു പോയത് ശരിക്കും അങ്ങ് ഷോക്കിംഗ് ആയിപ്പോയി. പക്ഷെ ഫൈനൽ 5 പുള്ളിക്കാരൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഗെയിമർ ആയിരുന്നു. പിന്നെ ലാലേട്ടന് പോലും അത് ഒരു സങ്കടമായി മാറിയത്. ലാലേട്ടൻ വന്നപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോൾ ലാലേട്ടനെ കെട്ടിപ്പിടിച്ചത് കണ്ട്. മാത്രമല്ല ആരും പുറത്തിറങ്ങിയ ശേഷം നല്ല പ്രേക്ഷകര് പുള്ളിക്കാരനെ തിരക്കി തന്നെ ആ എയർപോർട്ടിൽ ഇഷ്ടം പോലെ ജനങ്ങളുണ്ടായിരുന്നു. വീഡിയോ കണ്ടിരുന്നു. പുള്ളിക്കാരൻ അത്രയ്ക്ക് ഫെയിം ആയിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് അല്ലേ, ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് തീർന്ന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഫിനാലെ വരികയാണ്. ഫിനാലെയിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിഗ് ബോസിലെ ഫൈനൽ 5 ആരും ഇല്ലാത്തത് വളരെ ഒരു നഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം.